ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ശ്രീ രമേശ് ചെന്നിത്തല, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ പിറന്നാൾ ആശംസകൾ കൂടി നേരുകയാണ്. ഇന്ന് ന്യൂസ് മലയാളത്തിന്റെ പിറന്നാൾ ദിനമാണ്. ആശംസകൾ. ശ്രീ രമേശ് ചെന്നിത്തല, ഇപ്പോൾ കേരളം ഒരു മഴക്കാലത്താണെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ച് നല്ല ചൂടുള്ള സമയമാണ്. കാരണം തിരഞ്ഞെടുപ്പ് ചർച്ചകൾ പല വിധത്തിൽ വഴിമാറുന്നു, പല കേന്ദ്രങ്ങൾ വരുന്നു ചർച്ചകളിലേക്ക്. എങ്ങനെയാണ് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ നിലവിലെ പ്രചരണം മുന്നോട്ട് പോകുന്നത്? UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ മണ്ഡലം കൺവെൻഷനുകൾ നടന്നു, ഇന്നുമുണ്ട്. ഇന്നത്തെ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഞാനിപ്പോൾ തന്നെ ഷൊർണൂരിലേക്ക് പോയി അവിടെ നിന്ന് നിലമ്പൂരിലെത്തുന്നതാണ്. എല്ലാ നേതാക്കളും ഒരു മനസ്സോടെ UDF ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വിജയ പ്രതീക്ഷയാണുള്ളത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. BJPക്കാണെങ്കിൽ കാൻഡിഡേറ്റുമില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. ഇതാണ് ചിത്രം. അപ്പോൾ UDFന് അനുകൂലമായ സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ BJP പിന്മാറുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അതേപോലെയുള്ള ഒരു നല്ല പോരാട്ടത്തിലൂടെ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല, വിജയപ്രതീക്ഷ UDF വച്ചു പുലർത്തുന്നു, മറ്റ് മുന്നണികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, ഈ പ്രചരണവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും PV അൻവറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അത് അവസാനിക്കുന്നില്ല. ഇപ്പോഴും ഈ PV അൻവർ നിരന്തരമായി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, മറ്റ് നേതാക്കളുടെ പലതട്ടിലുള്ള പ്രതികരണങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിൽ എല്ലാ നേതാക്കൾക്കും ഒരേ സ്വരമെന്ന് പറയുമ്പോഴും പലപ്പോഴും പല നേതാക്കൾ പല അഭിപ്രായങ്ങൾ, പല നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ PV അൻവർ പാർട്ടിക്ക് ഒരു തലവേദനയാകുന്നുണ്ടോ? കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 4 ദിവസമാകുന്നു. ഒരു തലവേദനയുമില്ല. ഞങ്ങൾ UDF ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തന രംഗത്ത് സജീവമാണ്. അൻവറിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്, എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയോട് വിയോജിക്കുന്ന, മുന്നണിയോട് എതിർപ്പുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന സമീപനമാണ് UDF എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹവുമായിട്ടുള്ള സംസാരങ്ങൾ തുടരുകയാണ്. പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ശ്രീ ചെന്നിത്തല, ഇപ്പോൾ PV അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം LDFന് ഒരു സ്വതന്ത്ര MLA ആയിരുന്നു. സർക്കാരിനെതിരെ ശബ്ദമുയർത്തി. അതിനുശേഷം പിണറായി സത്തിനെതിരെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക. അതായത് CMന് മേൽ മറ്റൊരു സൂപ്പർ CM ഒക്കെ ആകാൻ അൻവർ ശ്രമിക്കുന്നു എന്ന് അറിയുന്ന ഘട്ടത്തിലാണ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുന്നത് പോലും. അതിനുശേഷം UDFിലേക്ക് ചേരാൻ അപേക്ഷ നൽകി കാത്തു നിൽക്കുന്ന ഒരാളാണ് PV അൻവർ. PV അൻവർ ഷൗക്കത്തിനെതിരെ സംസാരിക്കുന്നു. ഷൗക്കത്ത് CPM നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്നുള്ള പരാമർശങ്ങൾ നടത്തുന്നു. നിലമ്പൂരിൽ ആര് മത്സരിക്കണം എന്ന കാര്യത്തിൽ നിലപാട് പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പലരും കബളിപ്പിച്ചിരിക്കുന്നു, അത് ആരൊക്കെയാണ് തനിക്കറിയാമെന്ന് പറയുന്നു. പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിലപാട് പറയുന്നു. അതായത് ഒരു പാർട്ടിയിൽ ചേരാൻ, ഒരു മുന്നണിയിൽ ചേരാൻ അപേക്ഷ നൽകി കാത്തു നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ മറ്റൊരു പാർട്ടിയുടെ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്രമേൽ ഈ രൂക്ഷമായ പരാമർശങ്ങൾ നടത്താനും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ ഒരു അധികാരമുള്ളത്? ശ്രീ ചെന്നിത്തല, അതാണ്. അത്തരം ഇഷ്യൂസ് എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ പരമാവധി അൻവറെ കൂട്ടി നിർത്താനാണ് ശ്രമിക്കുന്നത്. അതിന് മുൻകൈ എടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മറ്റ് വിവാദ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശ്രീ ചെന്നിത്തല, ഇന്നലെ ഇപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വെള്ളിയാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരുന്നത്. വെള്ളിയാഴ്ച എന്താണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കണ്ട, പൊതുസമൂഹത്തോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഈ PV അൻവറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞോളൂ ശ്രീ ചെന്നിത്തല, പറയൂ. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് സത്യം. BJP മത്സരിക്കാൻ താല്പര്യമില്ല. അവർക്കറിയാം UDF വൻ വിജയം നേടാൻ പോവുകയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവർക്കാർക്ക് സ്ഥാനാർത്ഥിയില്ലാത്തത്.
അതാണ് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കുന്നത്. ആരെയെങ്കിലുമൊക്കെ കഴിഞ്ഞ പാലക്കാട് പോലെ കിട്ടുമെന്നാണ് കരുതിയത്. ആരെയും കിട്ടിയില്ലല്ലോ. UDFും കോൺഗ്രസും ഒരുമിച്ചാണല്ലോ. അതുകൊണ്ട് ആരെയും കാലുമാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആരെയും കിട്ടുന്നില്ല. BJP ആണെങ്കിലും കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി, അതും നടന്നില്ല. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഈ സർക്കാരിനെതിരായ പോരാട്ടമായിരിക്കും ഇതെന്ന് പറയുന്നുണ്ട്. ഇതുവരെ അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ ഈ ഇടതുപക്ഷത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. BJP മത്സരത്തിൽ നിന്ന് പിന്മാറി അവിടെ BDJS വരുമെന്ന് പറയുന്നു. അതിലും ഒന്നും ഒരു സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന 4 ദിവസമായിട്ടും UDFന് ഈ വിഷയങ്ങളൊന്നും നിലമ്പൂരിൽ ഇനിയും ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ നിലമ്പൂരിൽ ഒരു PV അൻവറിൽ മാത്രം കറങ്ങി നടക്കുകയാണ്. എന്ത് ചർച്ച ചെയ്യാൻ ഈ ഒരു ചർച്ചയിൽ അവിടെ സ്മൂത്തായി തങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്നു. ഞാനിന്ന് പോകുന്ന 4 മണ്ഡലം കൺവെൻഷനുണ്ട്. അവിടെ സ്ഥാനാർത്ഥി നല്ല നിലയിൽ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു തർക്കവും അവിടെയില്ല. അൻവറുമായിട്ടുള്ള പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും പ്രധാന രംഗത്ത് സജീവമാണ്. ശരി, ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ, ഈ അൻവറിന്റെ വിഷയത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അതിൽ ചോദിക്കുകയാണ് ശ്രീ ചെന്നിത്തല. ഇപ്പോൾ KC വേണുഗോപാലിനെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൽ എന്തായിരിക്കും ഒരു തുടർ നീക്കം? സമവായ ചർച്ചകൾ പ്രതീക്ഷിക്കാം? നിങ്ങൾ കാത്തിരുന്ന് കാണുക. സമയം ഞങ്ങൾ തുടരുന്നുണ്ട്, തീർച്ചയായിട്ടും തുടരുന്നുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ചെന്നിത്തല നമുക്കിപ്പം ചേർന്നതിന്.